നെക്സ്റ്റ് വരുന്നതാണ് തിയറീസ് ഓഫ് എത്തിക്സിലെ ഫസ്റ്റ് തിയറി ആയിട്ട് വരും ടെലിയോളജിക്കൽ എത്തിക്കൽ തിയറീസ്. ഈ തിയറിയിൽ വരുന്നതാണ് ദ ടെലിയോളജിക്കൽ എത്തിക്കൽ തിയറീസ് ആർ കൺസേൺഡ് വിത്ത് ദി കോൺസിക്വൻസസ് ഓഫ് ആക്ഷൻസ് വിച്ച് മീൻ ദ ബേസിക് സ്റ്റാൻഡേർഡ്സ് ഫോർ അവർ ആക്ഷൻസ് ബീയിങ് മോറലി റൈറ്റ് ഓർ റോങ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഗുഡ് ഓർ എവിൽ ജനറേറ്റഡ്. അതായത് ടെലിയോളജിക്കൽ എത്തിക്കൽ തിയറീസ് എന്ന് പറയുമ്പോൾ കോൺസിക്വൻസസ് ഓഫ് ആക്ഷൻ which means the basic standards for our actions being morally right or wrong depends on the good or evil generated. അതായത് നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങളോ ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കണ്ടെത്തിയിട്ടുള്ള നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് കാണിക്കുന്നതാണ് ഈ ടെലിയോളജിക്കൽ തിയറീസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് മോറലി റൈറ്റ് അല്ലെങ്കിൽ റോങ് ആവുന്നത്, തെറ്റാവുന്നതും അതുപോലെ ശരിയാവുന്നതും എന്തിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റോ അല്ലെങ്കിൽ ശരിയാണോ ജനറേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ശരിയായിട്ട് ചെയ്യാൻ വിചാരിച്ച കാര്യം നമ്മൾ ആക്ട് ചെയ്ത് പോകുമ്പോൾ എന്ത് ചെയ്യാണ്? തെറ്റായി മാറുകയാണ്. അപ്പോൾ അത് കാണിക്കുന്നതാണ് ഈ ടെലിയോളജിക്കൽ തിയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെലിയോളജിക്കൽ വേർഡ് എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് വേർഡാണ്. ഓൺ ദി ഗുഡ് ഓർ adjective word teleology which is derived from Greek word telos which means end. ടെലോസ് എന്നുള്ള ഗ്രീക്ക് വേർഡും അതിൻ്റെ മീൻ എന്ന് പറയുന്നത് എൻഡ്, ഗോൾ ഓർ പർപ്പസ്. അതായത് എൻഡ് അവസാനം, അതുപോലെ ഗോൾ അല്ലെങ്കിൽ പർപ്പസ് ആണ് ടെലിൻ്റെ മീനിങ്. ടെലിയോളജി ഇസ് ദ സ്റ്റഡി ഓഫ് എൻഡ്, ഗോൾസ് ആൻഡ് പർപ്പസസ്. അതായത് നമ്മൾ എൻഡോ അല്ലെങ്കിൽ ഗോൾസോ പർപ്പസിനൊക്കെ സ്റ്റഡി ചെയ്യണമാണെന്ത് ടെലിയോളജിക്കൽ എത്തിക്കൽ തിയറീസ് എന്ന് പറയുന്നത്. ഇതിനെ എന്തുകൂടി വിളിക്കും? കോൺസിക്വൻഷ്യലി അപ്രോച്ച് എന്നും കൂടിയും ഈ ടെലിയോളജിക്കൽ എത്തിക്കൽ തിയറീസിന് പറയുന്നുണ്ട്. ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത് മോറൽ കണ്ടക്റ്റ് ഓൺ ദി ബേസ് ഓഫ് കോൺസിക്വൻസസ് ഓഫ് ആൻ ആക്ടിവിറ്റി. നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അതിൻ്റെ മോറൽ കണ്ടക്റ്റ് ഡിറ്റർമൈൻ ചെയ്യുക. അത് ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ കോൺസിക്വൻസസിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്ന മോറൽ കണ്ടക്റ്റുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു ആക്ഷൻ റൈറ്റ് അല്ലെങ്കിൽ റോങ് ആണെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ആ ആക്ഷൻ്റെ കോൺസിക്വൻസസിനനുസരിച്ച് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മളൊരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നത് എത്തിക്കലായിട്ടായിരിക്കും, പക്ഷെ അത് അൺഎത്തിക്കലായിട്ടാണ് പുറത്തേക്ക് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ആ സിറ്റുവേഷൻ്റെ കോൺസിക്വൻസസ് മാറുന്നതെങ്കിൽ എന്തായിരിക്കും? അത് ആ തിയറി ഡെവലപ്പ് ചെയ്യുന്നതാണ് ടെലിയോളജിക്കൽ എത്തിക്കൽ തിയറീസ് എന്ന് പറയുന്നത്. ഇനി ഈ ടെലിയോളജിക്കൽ എത്തിക്കൽ തിയറീസിൽ വരുന്ന 3 ഫോംസ് ആണ് എത്തിക്കൽ ഈഗോയിസം, അതുപോലെ യൂട്ടിലിറ്റേറിയനിസം, യുഡെയിമോണി. ടെലിയോളജിക്കൽ എത്തിക്കൽ തിയറീസിൽ വരുന്ന 3 തിയറീസാണ് എത്തിക്കൽ ഈഗോയിസം, അതുപോലെ യൂട്ടിലിറ്റേറിയനിസം, യുഡെയിമോണിസം. അങ്ങനെ 3 തിയറീസാണ് ടെലിയോളജിക്കൽ എത്തിക്കൽ തിയറീസിൽ വരുന്നത്. ദ എത്തിക്കൽ ഈഗോയിസം ഈസ് എ ടെലിയോളജിക്കൽ തിയറി ദാറ്റ് posits an action is good if it produces or is likely to produce results that maximize the person's self-interest as defined by him, even at the expense of others. It is based on the notion that it is always moral to promote one's own good, but at times avoiding the personal interest could be a moral action too. അതായത് ഈ ഒരു തിയറി പ്രകാരം, എത്തിക്കൽ ഈഗോയിസം പ്രകാരം, ഇതൊരു ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ റിസൾട്ട്സ് നൽകുകയോ ചെയ്താൽ അത് നല്ലതാണ്. മറ്റുള്ളവരുടെ എക്സ്പെൻസിൽ പോലും അയാൾക്ക് നിർവഹിച്ചിട്ടുള്ള പ്രകാരം ആ പേഴ്സൺസിൻ്റെ സെൽഫ് ഇൻട്രസ്റ്റ് അവർക്ക് മാക്സിമൈസേഷൻ ചെയ്യാൻ പറ്റും. അതായത് ഒരു ആക്ഷൻ അവിടെ അവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ റിസൾട്ട്സ് നൽകുക ചെയ്യാണ്, റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണെന്നാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. അതായത് മറ്റുള്ളവരുടെ എക്സ്പെൻസിൽ പോലും ആർക്ക് ചെയ്യാൻ പറ്റും? സ്വന്തം സെൽഫ് ഇൻട്രസ്റ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വന്തം നന്മയെ പ്രൊമോട്ട് ചെയ്യുന്നത് എല്ലായ്പ്പോഴും മോറൽ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ചില സമയങ്ങളിൽ പേഴ്സണൽ ഇൻട്രസ്റ്റ് അവോയ്ഡ് ചെയ്യുന്നത് ഒരു മോറൽ ആക്ഷൻ ആകാം. അതായത് നമ്മളെ പേഴ്സണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റും ചെയ്യണം, അതുപോലെ തന്നെ ചില സമയങ്ങളിൽ പേഴ്സണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അത് മോറൽ ആക്ഷൻ അല്ലാതെ ആവാമെന്നാണ് പറയുന്നത്. അതാണ് എത്തിക്കൽ ഈഗോയിസത്തിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് യൂട്ടിലിറ്റേറിയനിസം. The utilitarianism theory holds that an action is good if it results in maximum satisfaction for a large number of people who are likely to get affected by the action. അതായത് ഈ തിയറി പ്രകാരം ഒരു ആക്ഷൻ്റെ
ഒരാക്ഷനെ ബാധിക്കാൻ സാധ്യതയുള്ള ധാരാളം ആളുകളുണ്ടായിരിക്കും. ആ ധാരാളം ആളുകൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണെങ്കിൽ ആ പ്രവർത്തനം നല്ലതാണ്. അതാണ് ഈ ഒരു യൂട്ടിലിറ്റേറിയനിസം ഈ തിയറി അവകാശപ്പെടുന്നത്. അതായത് ഒരു ആക്ഷൻ ബാധിക്കാൻ സാധ്യതയുള്ള ധാരാളം ആളുകൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയാണെങ്കിൽ ആ ചെയ്യുന്ന ആക്ഷൻ നല്ലതാണ്. ആ തിയറിനെയാണ് യൂട്ടിലിറ്റേറിയനിസം എന്ന് അവകാശപ്പെടുന്നത്. Suppose a manager creates an annual employee vacation schedule after soliciting the vacation time preferences from all the employees and honor their preferences, then he would be acting in a way that shall maximize the pleasures of all the employees. അതായത് ഒരു മാനേജർ എന്ത് ചെയ്യാണ്, ക്രിയേറ്റ്സ് ആൻ ആനുവൽ എംപ്ലോയി വെക്കേഷൻ ഷെഡ്യൂൾ. അതായത് അവിടുത്തെ ആനുവൽ എംപ്ലോയീസിൻ്റെ വെക്കേഷൻ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാണ്. ആഫ്റ്റർ സോളിസിറ്റിംഗ് ദി വെക്കേഷൻ ടൈം പ്രിഫറൻസ് ഫ്രം ഓൾ ദി എംപ്ലോയീസ് ആൻഡ് ഹോണർ ദെയർ പ്രിഫറൻസ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മുന്നേ എംപ്ലോയീസിൻ്റെ പ്രിഫറൻസ്, അവരുടെ താല്പര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ദെൻ ഹി വുഡ് ബി ആക്ടിങ് ഇൻ എ വേ ദാറ്റ് ഷാൾ മാക്സിമൈസ് ദി പ്ലഷേഴ്സ് ഓഫ് ഓൾ ദി എംപ്ലോയീസ്. അപ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവരുടെയും താല്പര്യങ്ങൾ, പ്രിഫറൻസ് മാക്സിമൈസ് ചെയ്യാൻ ഈ മാനേജർക്ക് പറ്റും. അതാണ് യൂട്ടിലിറ്റേറിയനിസം എന്ന തിയറിയിൽ പറയുന്നത്. അതായത് ഒരാൾ ചെയ്യുന്ന ആ ആക്ഷൻ കൊണ്ട് ആരൊക്കെയാണ് ബാധിക്കാൻ സാധ്യതയുള്ളത്, ആ ആളുകൾക്കൊക്കെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ്. ഇപ്പോൾ ഈ മാനേജർ ചെയ്യുന്ന ആക്ഷൻ മൂലം എല്ലാ എംപ്ലോയീസിനും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയാണെങ്കിൽ ഈ മാനേജർ ചെയ്ത ആ പ്രവർത്തനം നല്ലതാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് യുഡൈമോണിസം. Eudaimonism is a teleological theory which posits that an action is good if it results in the fulfillment of goals along with the welfare of the human beings. യുഡൈമോണിസത്തിൽ പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ വെൽഫെയറിനൊപ്പം ഗോൾസും ഫുൾഫിൽമെൻറ്റും ചെയ്യുന്നതിലും ഒരു ആക്ഷൻ നല്ലതാണെങ്കിൽ അതിനെയാണ് യുഡൈമോണിസം എന്ന ഈ ഒരു തിയറി പറയുന്നത്. അതായത് ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഇതൊരു ടെലിയോളജിക്കൽ തിയറിയാണ്. ഇത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ വെൽഫെയറിനൊപ്പം ഗോൾസും ഫുൾഫിൽമെൻറ്റ് ചെയ്യുന്നതിലും അതുപോലെ ആ ചെയ്യുന്ന ആക്ഷൻ നല്ലതാണെങ്കിൽ, അതായത് അവരുടെ വെൽഫെയറും അതുപോലെ അവരുടെ ഗോളും ഫുൾഫില്ലും ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ നല്ലതാണെങ്കിൽ അതിനെയാണ് യുഡൈമോണിസം എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ ആക്ഷൻസ് ആർ സെറ്റ് ടു ബി ഫ്രൂട്ട്ഫുൾ if it promotes or tends to promote the fulfillment of goals constitute of human nature and its happiness. അതായത് ഇവിടെ ഗോൾസ് ഫുൾഫിൽമെൻറ്റ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും അവർക്ക് ഹാപ്പിനെസ് ഇൻക്രീസ് ചെയ്യാനും പറ്റുന്ന ഒരു സിദ്ധാന്തം, ഒരു തിയറിനെയാണ് ഈ യുഡൈമോണിസം എന്ന് പറയുന്നത്. സപ്പോസ് എ മാനേജർ എൻഫോഴ്സ് എംപ്ലോയി ട്രെയിനിങ് ആൻഡ് നോളജ് സ്റ്റാൻഡേർഡ് അറ്റ് വർക്ക് വിച്ച് ആർ നാച്ചുറൽ കോമ്പണൻസ് ഓഫ് ഹ്യൂമൻ ഹാപ്പിനെസ്. അതായത് ഒരു മാനേജർ എന്ത് ചെയ്യുകയാണ്, എൻഫോഴ്സ് എംപ്ലോയി ട്രെയിനിങ്ങും അതുപോലെ നോളജ് സ്റ്റാൻഡേർഡ്സ് അറ്റ് വർക്ക്, ട്രെയിനിങ്ങും നോളജ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ വർക്ക് പ്ലേസിൽ കൊണ്ടുവരികയാണെങ്കിൽ വിച്ച് ആർ നാച്ചുറൽ കോമ്പണൻസ് ഓഫ് ഹ്യൂമൻ ഹാപ്പിനെസ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ വെൽഫെയറും ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതുപോലെ ഗോൾസും ഫുൾഫിൽമെൻറ്റ് ചെയ്യാൻ പറ്റും, അതോടെ അവർക്ക് ഹാപ്പിനെസ്സും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഈ ടെലിയോളജിക്കൽ തിയറീസിൽ വരുന്ന 3 തിയറീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് ടെലിയോളജിക്കൽ തിയറീസ്. ടെലിയോളജിക്കൽ തിയറീസിൻ്റെ 3 ടൈപ്സ് ആണ് വരുന്നത്. തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം, അതുപോലെ തിയറി ഓഫ് വിർച്യു, തിയറി ഓഫ് ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ്. ഫസ്റ്റ് തിയറിയാണ് തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം. ദ ബെസ്റ്റ് നോൺ കോൺസിക്വൻ്റലിസ്റ്റ് തിയറി ഓഫ് എത്തിക്സ് ഈസ് കോൾഡ് യൂട്ടിലിറ്റേറിയനിസം. അതായത് ഈ കോൺസിക്വൻ്റലിസ്റ്റ് തിയറി ഓഫ് എത്തിക്സിനെയാണ് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത്. ഈ തിയറി ഡെവലപ്പ് ചെയ്തത് ഫ്രം ദി വേർഡ് യൂട്ടിലിറ്റി which denote the capacity of action to have good results. അതായത് യൂട്ടിലിറ്റി എന്നുള്ള വേർഡിൽ നിന്നാണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുകയാണെങ്കിൽ കപ്പാസിറ്റി ഓഫ് ആക്ഷൻ ടു ഹാവ് ഗുഡ് റിസൾട്ട്സ്, നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെയ്യുന്ന പ്രവൃത്തി, ആ ആക്ഷൻ്റെ കപ്പാസിറ്റി ഡിനോട്ട് ചെയ്യുന്നതാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ യൂട്ടിലിറ്റേറിയനിസം ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ് യൂട്ടിലിറ്റേറിയനിസം എന്ന തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂട്ടിലിറ്റി ഈസ് എ ഹാപ്പിനെസ് ആൻഡ് ദിസ് യൂട്ടിലിറ്റി ഈസ്
യൂട്ടിലിറ്റി ഈസ് ഹാപ്പിനെസ് ആൻഡ് ഡിസ്യൂട്ടിലിറ്റി ഈസ് അൺഹാപ്പിനെസ്. യൂട്ടിലിറ്റി പറഞ്ഞാൽ ഹാപ്പിനെസ്സും ഡിസ്യൂട്ടിലിറ്റി പറഞ്ഞാൽ അൺഹാപ്പിനെസ്സും ആണ്. അപ്പോൾ ആക്ഷൻസ് ആർ റൈറ്റ് വെൻ ദേ മാക്സിമൈസ് ഹാപ്പിനെസ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അന്ന് ഹാപ്പിനെസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ നമുക്ക് എന്താണ് അവിടെ കിട്ടുക? അൺഹാപ്പിനെസ് ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് സന്തോഷം കിട്ടില്ല. അപ്പം മാക്സിമൈസ് അല്ല മിനിമൈസ് ആയിരിക്കും ഹാപ്പിനെസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ യൂട്ടിലിറ്റി ആയിട്ട് ഈ ഒരു തിയറി എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന ആക്ഷൻ നല്ല രീതിയിൽ നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് അതിൽ നമുക്ക് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. On the basis of Jeremy Bentham ethical statement, the utilitarian theory consists of the following four basics. അതായത് ജെറിമി ബെന്തം എന്ന ആള് എത്തിക്കൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ദി യൂട്ടിലിറ്റേറിയൻ തിയറിയിൽ 4 ബേസിക്സ് ആണ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വന്നാണ് കോൺസിക്വൻറ്റലിസം, അതുപോലെ ഹെഡോണിസം, പിന്നെ മാക്സിമലിസം ആൻഡ് യൂണിവേഴ്സലിസം. കോൺസിക്വൻറ്റലിസം എന്താണെന്ന് നോക്കാം. കോൺസിക്വൻറ്റലിസം ഈസ് എ ക്ലാസ് ഓഫ് നോർമേറ്റീവ് എത്തിക്കൽ തിയറീസ് holding that the consequences of one's conduct are the ultimate basis for any judgment about the rightness or wrongness of that conduct. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അതിൻ്റെ കോൺസിക്വൻസസ്, ക്ലാസ് ഓഫ് നോർമേറ്റീവ് എത്തിക്കൽ തിയറിയാണ് ഈ കോൺസിക്വൻറ്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് കോൺസിക്വൻസസ് ഓഫ് വൺസ് കണ്ടക്റ്റ്, ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി ആർ ദി അൾട്ടിമേറ്റ് ബേസിസ് ഫോർ ദി ജഡ്ജ്മെൻറ്റ്. അതാണ് എന്ത്? അൾട്ടിമേറ്റ് ബേസിസ് ഫോർ ദി ജഡ്ജ്മെൻറ്റ്. കറക്റ്റ് അത് എബൌട്ട് ദി റൈറ്റ്നെസ് ഓർ റോങ്നെസ് ഓഫ് ദാറ്റ് കണ്ടൻറ്റ്. അപ്പോൾ ആ കണ്ടൻറ്റ് എത്രത്തോളം റൈറ്റ് ആണ്, എത്രത്തോളം റോങ് ആണ്, എത്രത്തോളം ശരിയാണ് തെറ്റാണെന്നുള്ളതിൻ്റെയൊക്കെ ബേസിസ് ജഡ്ജ്മെൻ്റ് ആണ് അയാൾ ചെയ്യുന്ന ആ പ്രവൃത്തി എന്ന് പറയുന്നത്. അതിൻ്റെ കോൺസിക്വൻസസിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് കോൺസിക്വൻറ്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ ദ thesis of consequentialism holds that the rightness or goodness of any action ultimately depends on the consequences of it produces. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ കോൺസിക്വൻസസിനനുസരിച്ചിട്ട് ഇരിക്കും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അതിനെയാണ് കോൺസിക്വൻറ്റലിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഹെഡോണിസം. Hedonism is a school of thought that argues that the search of pleasure and inherent goods are the primary or most important goals of human life. അതായത് ഇതൊരു സ്കൂൾ ഓഫ് തോട്ടാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച സ്കൂൾ ഓഫ് തോട്ട് ഓഫ് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് എന്ത്? ഈ ഹെഡോണിസം എന്ന് പറയുന്നത്. ഇത് ആർഗ്യൂ ചെയ്യുന്നത് സെർച്ച് ഓഫ് പ്ലഷർ ആൻഡ് ഇൻഹറൻറ്റ് ഗുഡ്സ്, സെർച്ച് ഓഫ് പ്ലഷറും അതുപോലെ ഇൻഹറൻറ്റ് ഗുഡ്സും ആണെന്ത് ഇത് വാദിക്കുന്നത്. ആർ ദി പ്രൈമറി ഓർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗോൾസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. നമ്മളെ ഹ്യൂമൻ ലൈഫിൽ നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ പ്ലഷർ അതുപോലെ ഇൻഹറൻറ്റ് ഗുഡ്സ് നല്ല ശരിയായിട്ടുള്ള കാര്യങ്ങളും പ്ലഷറൊക്കെ സെർച്ച് ചെയ്യലാണ് ഇമ്പോർട്ടൻ്റ്, ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഈ ഒരു ഹെഡോണിസത്തിൽ പറയുന്നത്. അപ്പോൾ ഹെഡോണിസ് ട്രൈസ് ടു മാക്സിമൈസ് നെറ്റ് പ്ലഷർ. നെറ്റ് പ്ലഷർ എന്ന് പറഞ്ഞാൽ പ്ലഷറിന് പെയിന് കുറയ്ക്കുക, അത് മാക്സിമൈസ് ചെയ്യലാണ് ഹെഡോണിസ്റ്റ് ട്രൈ ചെയ്യുന്നത്. നെറ്റ് പ്ലഷർ മാക്സിമൈസ് ചെയ്യുക. അതായത് ഒരു ഹ്യൂമൻ ലൈഫിൽ എന്ന് പറഞ്ഞാൽ അയാൾക്ക് മാക്സിമം പ്ലഷർ കിട്ടണം എന്ന് വെച്ചാൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മാക്സിമം ഉല്ലാസം അതിന് കിട്ടണം. അതുപോലെ ഇൻഹറൻറ്റ് ഗുഡ്സും ആയിരിക്കണം ഇയാളെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. അയാൾ എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ മാക്സിമം സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് മാക്സിമലിസം. എവറി ആക്ഷൻ ഈസ് ലൈക്ലി ടു പ്രൊഡ്യൂസ് ബോത്ത് പ്ലഷർ ആൻഡ് പെയിൻ. ഈ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്ന് പ്ലഷർ സന്തോഷം ഉണ്ടാവും, അതുപോലെ വേദന ഉണ്ടായിരിക്കും. ദ പ്രൊപ്പോണൻസ് ഓഫ് യൂട്ടിലിറ്റേറിയൻ തിയറി വ്യൂവ്ഡ് ദാറ്റ് മാക്സിമം നെറ്റ് പ്ലഷർ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ സബ്സ്ട്രാക്റ്റിംഗ് പെയിൻ ഫ്രം ദി പ്ലഷർ പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ആക്ഷൻ. അതായത് ഹെഡോണിസത്തിൽ പറയുന്നുണ്ട് നെറ്റ് പ്ലഷറാണ് മാക്സിമം ചെയ്യണം എന്ന് വെച്ചാൽ പ്ലഷറിന് പെയിൻ കുറയ്ക്കണം, സന്തോഷത്തിന് എന്ത് ചെയ്യണം, വേദന കുറയ്ക്കണം. പക്ഷെ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ വൺ ഓഫ് ദി ഫോംസ് യൂട്ടിലൈസ് മാക്സിമലിസം ഈസ് ഡിഫൈൻഡ് ആസ് ദി
Right action is one that has not merely some good consequences but also the greatest amount of good consequences are also taken into consideration. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നല്ല കാര്യങ്ങൾ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളതാണ് മാക്സിമലിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് യൂണിവേഴ്സലിസം. യൂണിവേഴ്സലിസത്തിൽ വരുന്നതാണ് യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ ക്യാൻ ബി അപ്ലൈഡ് ടു എവരി വൺ. അതായത് യൂണിവേഴ്സൽ ആയിരിക്കണം, മൊത്തത്തിൽ ഉൾപ്പെട്ടതായിരിക്കണം. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യണം, ഈ യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ദ യൂട്ടിലിറ്റേറിയൻ യൂണിവേഴ്സലിസം thesis of utilitarian obliges us to consider not only our interest but interest of everyone in performing our actions. അതായത് എല്ലാവരും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരാളുടെ ഇൻട്രസ്റ്റ് മാത്രമല്ല, എല്ലാവരുടെ ഇൻട്രസ്റ്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് മാക്സിമലിസം. അതുപോലെ ഇതിൽ വരുന്ന കുറച്ച് 4 ബേസിക്സ് ആണ്: കോൺസിക്വൻറ്റലിസം, ഹെഡോണിസം, മാക്സിമലിസം, യൂണിവേഴ്സലിസം. ഇനി വരുന്നതാണ്